മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനുമെന്നോർമ്മയും കാത്തിരിപ്പു മൂകം. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനുമെന്നോർമ്മയും കാത്തിരിപ്പു മൂകം. പാടിവരും പാണൻ ആടിവരുന്നു ഞാൻ കൊഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോണം. കുളിച്ചൊരുങ്ങും പൂക്കാലം പൊലിച്ചൊരുക്കും പൂപ്പാടം പറിച്ചെടുക്കും അത്തം നാൾ പുലരി തൊട്ടേവത്തോണം. കുരുക്കുത്തിപ്പൂം പരുത്തിമുള്ളേ തേന്മാവിൻ മാറിൽ അയ്യയ്യാ മായാജാലം നീ. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനുമെന്നോർമ്മയും കാത്തിരിപ്പു മൂകം. പാടിവരും പാണൻ ആടിവരുന്നു ഞാൻ കൊഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോണം. അറുത്തടുക്കും നെല്ലെല്ലാം പൊഴിച്ചടുക്കും നേരത്തും കുടവദാനം ചെയ്യാനായി പുതുമയെത്തും കാലത്തും കനവിലും നിനവിലും കളങ്കമില്ലൊട്ടും. മൊഴിയിലും മിഴിയിലും പരക്കെ സന്തോഷം. മാവേലി വന്നാവാ മാളോരേ കാണാൻ വാ. പിറന്ന ചിങ്ങം നിറഞ്ഞ മണ്ണിൽ വിരുന്നു കൊള്ളാൻ നീ വാ. വായോ വായോ നീ വായോ 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 നീ വായോ വായോ. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനുമെന്നോർമ്മയും കാത്തിരിപ്പു മൂകം. പാടിവരും പാണൻ ആടിവരുന്നു ഞാൻ കൊഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോണം. എല്ലാവർക്കും മന്നായി മലയാളി സമാജത്തിന്റെ 15ാമത് ഈദ് ഓണാഘോഷ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി ആദ്യം പബ്ലിക് മീറ്റിംഗ് ആണ്. അതിന്റെ നടത്തിപ്പിലേക്കായി സമാജം പ്രസിഡന്റ് PS ആന്റണി അവറുകളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വിശിഷ്ടാതിഥികളെ, പ്രിയ മെമ്പേഴ്സ്, നമ്മുടെ 15ാമത് ഈദ് ഓണാഘോഷ പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ വർഷം നമുക്ക് പല അസൗകര്യങ്ങളുമുണ്ട്. നമ്മുടെ സ്വന്തം വീട്ടിലല്ല, നമ്മൾ വേറെ ഒരു സ്ഥലത്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ICCയിലുള്ള പരിമിതികൾ അത് സഹിച്ച് നമ്മൾ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 14 വർഷവും വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. ഇത്തവണയും ഭംഗി കുറവൊന്നുമില്ല, പക്ഷേ നമ്മുടെ അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് സമയത്തിൽ നിമിത്തമുണ്ട്. ഇവിടെ 12ക്ക് ശേഷം പരിപാടികൾ നടത്താൻ പറ്റൂ. കാരണം നമ്മുടെ സമയ ചുരുക്കം കാരണം കലാപരിപാടികളൊക്കെ വളരെ ചുരുക്കിയിരിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട അതിഥികളായി എത്തിയിരിക്കുന്നവരെ വേദിയിലേക്ക് ആനയിക്കാൻ സുരേഷ് ബാബുവിനെയും ദാസിനെയും ക്ഷണിച്ചോളൂ. എൻ്റെ സേവനം ഒരു ബഹുമതിക്കോ അവാർഡിന് വേണ്ടിയൊന്നുമല്ല. ഇത് കഴിഞ്ഞ വ്യക്തമായിട്ട് പറഞ്ഞാൽ 96 മാർച്ച് 4-ന് റാസ്ലഫാനിലുള്ള ചില സുഹൃത്തുക്കൾ ഞങ്ങളിങ്ങനെ ഒരു 32 പേര് കൂടി സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണിത്. കാരണം നമ്മളിലെ മലയാളികൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾക്ക് ബുദ്ധിമുട്ടുകൾക്കും പെട്ടെന്നൊരു ടിക്കറ്റ് എടുത്തത്, ഇപ്പം വൈഫിന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, അല്ല അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് പലപ്പോഴും വളരെ സാമ്പത്തികമായിട്ട് കൈ നീട്ടേണ്ട കാലഘട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് 32 പേര് തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് കണ്ട് 594 അംഗങ്ങളുണ്ട്. അത് പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും യൂണിറ്റിയാണ്. അത് എൻ്റെ മാത്രം ഒരു ഇതല്ല. പക്ഷേ ഞാനെൻ്റെ പിന്നിൽ ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകാനുള്ള. അതുകൊണ്ട് എനിക്ക് തന്ന ഈ ബഹുമതി എല്ലാവരും നന്ദി പറയാൻ നിൽക്കുന്നു. കലാപരിപാടികൾ ആരംഭിക്കാനാണ്.